വൃത്തി കാണിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. ഡാടാ, നീ എന്തിനാണോ പാറാവ് നിൽക്കണേ? പത്താച്ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ, ഒന്നിറങ്ങാൻ പറഞ്ഞേ. എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ, കുറച്ചേരം ഒന്ന് പുറത്തിറങ്ങിയെന്നേ. ഞാനിപ്പോ കയറിയതേ ഉള്ളൂ. മത്താച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയടത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്നല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. പത്താച്ചേട്ടാ, ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മലം പരിശോധിക്കല്ലേ എന്റെ ജോലി. പോവാ ചക്ക അവിടുന്ന്. നിന്നെ നിന്നെ ഞാൻ എന്റെ അമ്മേ പീഡ ബാലകൃഷ്ണനെ നിന്നെ ശരിയാക്കാൻ പറ്റില്ല. മഹാചേട്ടാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. വേഗം എണീച്ചു വാ, എണീച്ചു വാ, വന്ന് തടി. എന്നെ അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. ഇനി നീ മലത്തിട്ടതായി പ്രശ്നമില്ല. നോക്കണ്ട. പിന്നെ മലരില്ല ഞാൻ. നീ എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ മുണ്ടില്ല. അതല്ല, ഉടുതുണി ഉടുതുണി. പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഹേയ്, പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ കുട്ടി ആദ്യം. ഇതാണ് ആശാൻ. ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ ബാലകൃഷ്ണൻ? ഞാനാ. ഞാൻ താനിങ്ങോട്ട് വന്നേ. കണ്ട കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ, അതല്ലെന്നേ. കണ്ടില്ലേ അവന്റെ തനിനിറം? അത് അവന്റെ പെങ്ങളല്ലേ. ഉണ്ട. ഞാൻ പ്ലാനിൽ പോയി നോക്കിയിട്ട് വരാം. കുട്ടി ആദ്യമായിട്ട് വന്നിട്ട് ബാങ്കിലെ മനുഷ്യരൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. അതിനു മുമ്പേ പണം അയച്ചോളാവുന്നേ. ആ പെണ്ണെന്താ അവിടെ കയറി ഇരിക്കുന്നേ? ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നതെന്ന്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. എടോ, ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നതെന്ന്? അതിവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു? ഇന്ന് രാവിലെ. ആരോട് ചോദിച്ചിട്ട്? എടോ, ആരോട് ചോദിച്ചിട്ട്? വൃത്തി കാണിച്ചു നിങ്ങളാ? എന്താ കാണിച്ചു തരാം സാർ. ലഡ്ഡു. എന്തോത്തിന്റെ ലഡ്ഡു? റാണി സാർ ജോയിൻ ചെയ്തതിന്റെ ലഡ്ഡു. കൊണ്ട് പോടോ ഓർന്നു. നീ അപ്പൊ മധുരം കൊടുത്ത് ഇവിടെ എല്ലാരും മയക്കി വെച്ചേക്കല്ലേ? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. നിന്നെ മാത്രമല്ല ഒരുത്തനെ. താൻ ആ മാനേജർ എങ്ങനെ പോയി ചോദിക്കും? ചോദിച്ചോളാം. ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം. ചോദിപ്പിച്ചോളാം.
തോന്നിവാസം കാണിക്കാനാണ് സാർ ഈ കസേര കയറിയിരിക്കുന്നത്. എന്താ പ്രശ്നം? എന്റെ ജോലി ആ പെണ്ണിന് കൊടുക്കാൻ സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലേ? പിന്നെ ചെയ്തതൊക്കെ എന്താ? വ്യക്തമായി സീനിയോറിറ്റിയുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ എന്നല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ദേ ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്ററോ? എന്ത് ലെറ്റർ? ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങനെ ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പിൽ എങ്ങനെ വന്നു? നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അയ്യോ, ആരാ പാടുന്നത്? ഒപ്പിടാ. ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതൊക്കെ നീ കോടതി പറഞ്ഞോ. ഈ ഒപ്പ് എന്റേതല്ലെന്ന് ഞാൻ വാദിക്കും. ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണെന്ന് ഞാൻ തെളിയിക്കും. തെളിയിക്കും. ഞാൻ തരില്ല. അതിങ്ങോട്ട് തരണാണ് നിനക്ക് നല്ല. ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട, തെളിവല്ലേ? എന്നാ തെളിവ്. ഒറ്റടി മഹാഭാവി. തെളിയിക്കുമെന്നല്ലേ പറഞ്ഞത്? തെളിയിക്കേ. എന്നാ തെളിവ്. ആരാ? ജോസഫേ, ഇങ്ങോട്ട് ഓടിവാ, ഇങ്ങോട്ട് ഓടിവാ. എടാ, മര്യാദയ്ക്ക് കടലാസ് കൊണ്ട് തരണാണ് എനിക്ക് നല്ലത്. ഇടിച്ച നിന്റെ അവനോട് പേപ്പർ മേടിക്ക്, അവനോട് കടലാസ് മേടിക്ക്. നിങ്ങൾ ഇതിനകത്തോടെ പ്രശ്നം ജീവൻ പോലും തന്നെ പ്രശ്നമില്ല. തരില്ലെന്ന് പറഞ്ഞില്ലേ? അവന്റെ വായി തോണ്ടി പുറത്തിരിക്കണ. പറഞ്ഞു നിന്നോട്. ദൈവമേ, തൊലച്ചോ? സാറേ, ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറിളക്കാൻ മതി, സാധനം കൈ കിട്ടും. പോണാവുന്നു. മിസ്റ്റർ ബാലകൃഷ്ണൻ, ഒന്നും പറയണ്ട. ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. പറയണതൊന്നും വേണ്ട, ഒന്നും പറയണ്ട. നിൽക്കൂ. നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ കുഴപ്പിക്കരുത്. കുഴപ്പിക്കും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്കതാ, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ ഞാൻ കാണിച്ചു തരാം. അതിനുമുമ്പ് എനിക്ക് വേറൊരുത്തനെ കാണാനുണ്ട്. നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ. എന്റെ അമ്മ എന്നെ കൊല്ലാൻ വരുന്നേ. അവിടെ നിൽക്കാൻ. കൊല്ലാൻ വരുന്നേ. നീ അങ്ങനെ രക്ഷപ്പെടുള്ളൂ. എന്താണ് കാര്യം? ഒന്നുമില്ല. പിന്നെ നീ ആ പേപ്പർ കൊണ്ട് നോക്കൂ. നിന്റെ ഇഷ്ടം ഇന്ത്യ തീർക്കും. നിനക്ക് എന്താ പ്രശ്നം? മത്താച്ചേട്ടാ, എന്റെ ചോറിനകം പാര വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചല്ലേ വെള്ള പേപ്പർ ഒപ്പിട്ടെന്ന്? എന്റെ ഒപ്പിന് മേലെ എനിക്ക് ജോലി വേണ്ട, ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു. ഇവൻ ഈ തെണ്ടി. നീ അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ മത്താച്ചേട്ടാ, ഇവനെ ഞാൻ കൊല്ലാതെ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല. ഒരു ദിവസമെങ്കിലും ഈ ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹം കൊണ്ടാ. അല്ലെങ്കിൽ ഇവനെ പിന്നെ പറയും. കാണിച്ചു തരാനാ, കാണിച്ചു തരാൻ ഞാൻ ഒരു ഒറ്റ ഇടിയ വെച്ചിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നുണ്ട്. അതിൽ വേണ്ട തെണ്ടി.